ഇന്ന് ഡേ 13 ഓഫ് ദ ചലഞ്ചാണ്. എല്ലാവരും ചലഞ്ച് കൂടെ ചെയ്യുമെന്ന് വിചാരിക്കണോ? ആദ്യം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കാം. ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഷീ ക്യാൻ സിങ്. ഷീ ക്യാൻസ് സിങ് അങ്ങനെ പറയില്ല, ഷീ ക്യാൻ സിങ് അല്ലേ? അതാണ് കറക്റ്റ്. നമ്മൾ ഇതുമാതിരി മോഡൽ വെർബ്സ് ക്യാൻ, കുഡ്, വുഡ് അതിൻ്റെ ഒന്നും ഒപ്പം എസ് ചേർക്കില്ല കേട്ടോ. നമ്മൾ പണ്ട് പഠിച്ചത് ഹീ ഷീ ഈറ്റിനൊപ്പം വരുന്ന വേർബ്സിൽ അഫർമേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ എസ് ചേർക്കണം അല്ലേ? ഷീ ഡ്രിങ്ക്സ്, ഷീ ഈറ്റ്സ്, ഹീ ഈറ്റ്സ്, ദേ ഈറ്റ് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഏത് സെൻറ്റൻസുകളാണ് ചെയ്യുക? അഫർമേറ്റീവ് സെൻറ്റൻസുകൾ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എസ് ഇടില്ല അല്ലേ? അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഐ യു ദേവി വരുമ്പോൾ നമ്മൾ എസ് ഒരിക്കലും ചേർക്കില്ല. അപ്പോൾ നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മോഡൽ വേർബ്സ് ആയതുകൊണ്ട് ഒരിക്കലും നമ്മൾ എസ് ചേർക്കരുത് കേട്ടോ. ഷീ ക്യാൻ സിങ്, അവൾക്ക് പാടാൻ കഴിയും, പറ്റും, അതാണ് അതിൻ്റെ ആ മീനിങ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത്, ഹീ കുഡ് ഹാവ് ഗോൺ, അവന് പോകാമായിരുന്നു, പശ്ചാത്താപം പോവായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു? ഹീ കുഡ് ഹാവ് ഗോൺ, അല്ലെങ്കിൽ ഷീ കുഡ് ഹാവ് ഗോൺ, ദേ കുഡ് ഹാവ് ഗോൺ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത് എന്താണ്? ഹീ ഷീ ഇറ്റ് വരുമ്പോൾ ഹാവിൻ്റെ ഹാസ് എന്ന് പറഞ്ഞ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഷീ ഹാസ് എ കാർ, ഹീ ഹാസ് എ പെൻ. അവൾക്ക് എന്തെങ്കിലും സാധനം ഉണ്ട്, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട്. ഷീ ഹാസ് ലോങ് ഹെയർ, നീണ്ട മുടിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഹീ ഷീറ്റിൻ്റെ ഒപ്പം ഹാസ് ഉപയോഗിക്കും. പക്ഷേ ദേ, ഐ യു, വി അതിൻ്റെ ഒക്കെ ഒപ്പം എന്താ വരിക? ഹാവ് ആണ്. ദേ ഹാവ് എ കാർ, അവർക്കൊരു കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഹീ കുഡ് ഹാസ് ഗോൺ വരില്ലേ എന്നൊക്കെ ഒരു സംശയം തോന്നും. ഈ മോഡൽ വേർബ്സിൻ്റെ ഇതുമാതിരി ഫോമിൽ നമ്മൾ ഹാവ് എന്നുള്ള ഫോം തന്നെയാണ് ഉപയോഗിക്കുക, ഹാസ് ഇടരുത് കേട്ടോ. കുഡ് ഹാവ് അത് ഒരുമിച്ച് വരണം, ഒരുമിച്ച് മനസ്സിൽ വരണം. കുഡ് ഹാവ് ആര് സബ്ജക്റ്റിൽ വന്നാലും ആരെക്കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും കുഡ് ഹാവ് എന്നുള്ളത് ചേഞ്ച് വരാണ്ട്, അതിന് മാറ്റം വരാണ്ട് കുഡ് ഹാവ് എന്ന് തന്നെ ഉപയോഗിക്കുക. ദേ കുഡ് ഹാവ്, ഹീ കുഡ് ഹാവ്. അപ്പോൾ കുഡ് ഹാവ് മാറില്ല, കുഡ് ഹാസ് വരില്ല കേട്ടോ. അടുത്തത് ഹീ വോണ്ട്സ് ടു ഈറ്റ്, ഹീ വുഡ് ടു ഈറ്റ്. ഇതും നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. വുഡ് ടു എന്നുള്ള ഫോമിൽ ഉപയോഗിക്കില്ല. സാധാരണ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹീ വോണ്ട്സ് ടു ഈറ്റ് എന്ന് പറയില്ലേ? അവന് തിന്നണം, ഹീ വോണ്ട്സ് ടു ഈറ്റ്, അവനത് വേണം. അല്ലെങ്കിൽ ഷീ വോണ്ട്സ് ടു ഈറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള അർത്ഥത്തിൽ ഹീ വുഡ് ടു ഈറ്റ് എന്ന് പറയുന്നു. പക്ഷെ പറയില്ല, ഹീ വുഡ് ഈറ്റ്. ഒരു പോസിബിലിറ്റിയാണ് ഹീ വുഡ് ഈറ്റ്. ഇനി അവിടെ ലൈക്ക് ഉപയോഗിച്ചാൽ ടു ഉപയോഗിക്കണം. ഹീ വുഡ് ലൈക്ക് ടു ഈറ്റ് എന്ന് പറയാം. അപ്പോൾ അവന് തിന്നാൻ താല്പര്യമുണ്ട് എന്നുള്ള അർത്ഥമാണ് ഹീ വുഡ് ലൈക്ക് ടു ഈറ്റ് എന്ന് പറയുമ്പോൾ വരുന്നത്. അടുത്തത് വി ആറിൻറ്റ് മസ്റ്റ് സ്മോക്ക്. വളരെ തെറ്റായൊരു സെൻറ്റൻസാണ്. വി ആറിൻറ്റ് സപ്പോസ്ഡ് ടു സ്മോക്ക് അങ്ങനെ പറയാൻ വേണമെങ്കിൽ. സപ്പോസ് ടു എന്നുള്ളത് മോഡൽ വേർബ് അല്ല, പക്ഷെ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. വി ആർ നോട്ട് സപ്പോസ്ഡ് ടു സ്മോക്ക് അങ്ങനെ പറയാം. മസ്റ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നെഗേറ്റ് ചെയ്യുക? വി മസ്റ്റ് നോട്ട് സ്മോക്ക്, വി മസ്റ്റ് നോട്ട് സ്മോക്ക് അങ്ങനെ പറയാം. അടുത്ത സെൻറ്റൻസ് വി നോട്ട് ഹാവ് ടു ഗോ. അപ്പോൾ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോകണം അല്ലേ? ഞങ്ങൾക്കത് ചെയ്യണം അങ്ങനത്തെ അർത്ഥമാണ് വരിക. വി ഹാവ് ടു ഗോ എന്ന് പറയുമ്പം ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വി ഡോണ്ട് ഹാവ് ടു ഗോ. അവിടെ നെഗേറ്റ് ചെയ്യുമ്പം ഹാവ് ടുവിൻ്റെ നെഗേഷൻ ഡോണ്ട് ഹാവ് ടു ആണ് കേട്ടോ, അത് മറക്കരുത്. പക്ഷേ ഷീ ആയിരുന്നെങ്കിലോ? ഷീ ഹാസ് ടു ഗോ, അവൾക്ക് പോകണം. അപ്പോൾ അവൾക്ക് പോകേണ്ട കാര്യമില്ല എന്നെങ്ങനെയാണ് പറയുക? ഷീ ഡസൻറ്റ് ഹാവ് ടു ഗോ. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം നെഗേറ്റ് ചെയ്യുമ്പം നോട്ട് ഹാവ് ടു അല്ല ഡോണ്ട് ഹാവ് ടു ആണ് വരിക, അത് ഓർത്ത് വെക്കണം. സബ്ജക്റ്റ് അനുസരിച്ച് ഡസൻറ്റ് ഹാവ് ടു വരും കേട്ടോ. ഷീ ഡസൻറ്റ് ഹാവ് ടു ഗോ ആണ് അവിടെ ഷീ ആണെങ്കിൽ വരിക. രണ്ടാമത്തെ കാര്യം എന്താ? അതിന് മീനിങ് ആണ്. ഐ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പോകണം, എനിക്കത് ചെയ്യണം അങ്ങനെ അർത്ഥമാണ്. പക്ഷേ ഐ ഡോണ്ട് ഹാവ് ടു ഗോ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം വരുന്നത്? എനിക്ക് പോകേണ്ട കാര്യമില്ല അങ്ങനെ അർത്ഥം വരുന്നുള്ളൂ, എനിക്ക് പോകണ്ട എന്നുള്ള അർത്ഥം വരുന്നില്ല. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റാണി ക്യാൻ നോട്ട് പ്ലേ ഫുട്ബോൾ. അത് ക്യാൻ നോട്ട് എന്നുള്ളത് ഒറ്റ വാക്കാണ് കേട്ടോ, അല്ലെങ്കിൽ കാൺട്ട് എന്ന് പറയാം. റാണിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ല എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. റാണി ക്യാൻ നോട്ട് പ്ലേ ഫുട്ബോൾ. അടുത്തത് മേ ദേ ടേക്ക് ദെയർ ബാഗ്സ് നൗ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മേ ഉപയോഗിക്കുമ്പം അപ്പുറത്ത് ദേ വരാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ മേ ഐ അല്ലെങ്കിൽ മേ വി. നമുക്ക് വേണ്ടി ചോദിക്കാം അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചോദിക്കാം, പക്ഷേ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ മേ ഉപയോഗിക്കരുത്. അപ്പോൾ ഈ സെൻറ്റൻസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അവർ അവരുടെ ബാഗുകൾ എടുത്തോട്ടെ അങ്ങനെ ആരടുത്തോ ചോദിക്കുകയാണ്. അവർക്ക് അവരുടെ ബാഗ് എടുക്കാൻ പറ്റുമോ അങ്ങനെ ചോദിക്കുകയാണ്.
അങ്ങനെ ചോദിക്കണമെങ്കിൽ ക്യാൻ ദേ ടേക്ക് ദെയർ ബാഗ്സ് നൗ. ഇന്നൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ബിഗിനേഴ്സ് ചലഞ്ച് 15 വീഡിയോയിൽ താഴെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ബിഗിനേഴ്സ് ചലഞ്ചിൻ്റെ അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ അത് കേട്ട് കുറച്ച് പേർക്കെങ്കിലും വിഷമം ഉണ്ടാവും. അയ്യോ, കുറേ പഠിക്കാൻ പറ്റിയിരുന്നു, ഇതിനി നിന്ന് പോവോ. നിങ്ങളുടെ പഠിത്തം നിർത്താൻ വേണ്ടി ബിഗിനേഴ്സ് ചലഞ്ച് നിർത്തുന്നതല്ല. പകരം നിങ്ങൾക്ക് പഠിക്കാനുള്ള കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗിനേഴ്സ് ചലഞ്ച് ഇവിടെ നിർത്തുന്നത്. ഈ ഗ്രാമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമർ മുഴുവൻ പറഞ്ഞു തന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ബിഗിനേഴ്സ് ചലഞ്ചിൻ്റെ ഇത്രയും വീഡിയോസ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോൺവെർസേഷൻസ് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനത്തെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇനി വരും. അപ്പോൾ നമുക്ക് സംസാരിച്ച് തുടങ്ങാം കേട്ടോ ആ വീഡിയോസിലൂടെ. ഇന്നെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണിന്ന്. അപ്പോൾ ഞാൻ മലയാളത്തിൽ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ നോക്കണം. ആദ്യത്തെ ചോദ്യം, നിനക്ക് വിശക്കുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? നിനക്ക് വിശക്കുന്നുണ്ടോ? വിശപ്പിന് എന്താണ് പറയുക? ഹങ്കർ. വിശക്കുന്ന അവസ്ഥയിലാണോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ യു ഹംഗ്രി, അല്ലേ? യു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അല്ലെങ്കിൽ നിങ്ങൾ. നിങ്ങൾക്ക് വിശപ്പുണ്ടോ ഒരവസ്ഥ പറയുമ്പോൾ ഈസോ ആറോ ആമോ വെച്ചിട്ടാണ് സെൻറ്റൻസ് തുടങ്ങുക. അപ്പോൾ ഇവിടെ യു ആയതുകൊണ്ട് ആർ വന്നു. ആർ യു ഹംഗ്രി. അടുത്ത ചോദ്യം, ഇല്ല, എനിക്ക് വിശപ്പില്ല എന്നുള്ള അർത്ഥത്തിൽ ഇല്ല. അങ്ങനെ പറയും, നോ ഐ ആം നോട്ട്. ഫുൾ സെൻറ്റൻസ് നോ ഐ ആം നോട്ട് ഹംഗ്രി എന്ന് വരും. നമ്മൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ മുഴുവൻ പറയണ്ട, നോ ഐ ആം നോട്ട്. അടുത്തത്, ഇന്ന് ബുധനാഴ്ചയാണോ? അതെങ്ങനെ ചോദിക്കും? ഇന്ന് ബുധനാഴ്ച ആണോ? അപ്പോൾ ആണോ എന്ന് വെച്ച് തുടങ്ങിയതുകൊണ്ട് ഈസോ ആറോ ആമാണ് വരിക, അല്ലേ? ഇന്ന് ബുധനാഴ്ച ആണോ എന്ന് പറയുമ്പോൾ ഇന്ന് അതാണോ, ആ ദിവസമാണോ എന്നല്ല ഉദ്ദേശിക്കണേ. അപ്പോൾ അതായതുകൊണ്ട് ഇറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഇറ്റിൻ്റെ കൂടെ ആരാ വരിക? ഇസ് ഇറ്റ് വെനസ്ഡേ ടുഡേ? ഇസ് ഇറ്റ് വെനസ്ഡേ ടുഡേ? ഈ വെനസ്ഡേയുടെ സ്പെല്ലിംഗ് കണ്ടിട്ട് വെഡ്നെസ്ഡേ എന്ന് പറയരുത്, വെനസ്ഡേ. ഡി സൈലൻ്റ് ആണ് കേട്ടോ. ഇസ് ഇറ്റ് വെനസ്ഡേ ടുഡേ? അടുത്തത്, അതെ. അങ്ങനെ പറയും, യെസ് ഇറ്റ് ഈസ്. യെസ് ഇറ്റ് ഈസ്. ഇറ്റ്സ് എന്നുള്ള ഷോർട്ട് ഫോം ഉപയോഗിക്കരുത് കേട്ടോ. അഫർമേറ്റീവ് സെൻറ്റൻസസ് നമ്മൾ ചുരുക്കി പറയുമ്പം യെസ് ഇറ്റ് ഈസ് അങ്ങനെ പറയണം കേട്ടോ. യെസ് ഇറ്റ്സ് എന്ന് പറയരുത്. അടുത്ത ചോദ്യം, മനു എവിടെയാ? എവിടെയാന്ന് ചോദിച്ചപ്പം വേർ. വേർ മനു എന്ന് ചോദിക്കരുത്. വേർ ഇസ് മനു. മനു ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ മതി. മനുവിൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിലോ? വേർ ആർ മനു ആൻഡ് അനു. അടുത്തത്, അവൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അതെങ്ങനെ പറയും? അവൻ ഹീ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണല്ലേ ഇപ്പോൾ. അപ്പോൾ എങ്ങനെ പറയും? ഹീ ഇസ് ഹാവിങ് ഹിസ് ലഞ്ച്. ഈറ്റിംഗ് എന്ന് ഉപയോഗിക്കണേക്കാളും ഹാവിങ് ആണ് നല്ലത്. ഹീ ഇസ് ഹാവിങ് ഹിസ് ലഞ്ച്. ലഞ്ച് എന്ന് വെച്ചാൽ ഉച്ചഭക്ഷണം. അടുത്തത്, നിങ്ങളെപ്പോഴാണ് നിങ്ങളുടെ ഉച്ചഭക്ഷണം കഴിക്കാറ്? അതെങ്ങനെ ചോദിക്കുക? എപ്പോഴാ. അപ്പോൾ ആ എപ്പോഴാന്നുള്ള വാക്കാണ് ആദ്യം വരിക, വെൻ. അപ്പോൾ എപ്പോഴാണ് ഇങ്ങനെ സാധാരണ ചെയ്യാറ്? അങ്ങനത്തെ ഒരു ചോദ്യമല്ലേ അത്. എപ്പോഴാണ് നിങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാറ്? അപ്പോൾ നമ്മുടെ ശീലത്തെക്കുറിച്ചാണ് പറയണത്, അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയുക? വെൻ ഡു യു ഹാവ് യുവർ ലഞ്ച്. വെൻ ഡു യു ഹാവ് യുവർ ലഞ്ച്. അപ്പോൾ ശീലങ്ങൾ വരുമ്പം വെൻ ഡു യു, ഡു യു അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉച്ചഭക്ഷണത്തിന് കഴിക്കാറ് എന്ന് ചോദിക്കണമെങ്കിൽ വാട്ട് ഡു യു ഹാവ് ഫോർ ലഞ്ച്. അപ്പോൾ അങ്ങനെ ഡു യു മറക്കരുത് കേട്ടോ അവിടെ. അടുത്തത്, ഞാൻ 1 മണിക്കാണ് കഴിക്കാറ്. അതെങ്ങനെ പറയും? ഐ ഹാവ് ഇറ്റ് അറ്റ് 1 PM. നമ്മൾ എന്തെങ്കിലും ഒരു കൃത്യമായ സമയം പറയുമ്പം ആ സമയത്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് അറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. 1 PM എന്ന് വെച്ചാൽ ഉച്ചതിരിഞ്ഞ് 1 മണിക്ക്. ഐ ഹാവ് ഇറ്റ് അറ്റ് 1 PM എന്ന് പറയുമ്പം ഞാൻ 1 മണിക്കാണ് കഴിക്കാറ്. അടുത്തത്, നീ മത്സ്യം കഴിക്കാറുണ്ടോ? അല്ലെങ്കിൽ മീൻ കഴിക്കാറുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഇതും റെഗുലറായി ചെയ്യുന്നൊരു കാര്യമാണോ, ശീലമാണോ, അത് നീ അങ്ങനത്തെ ഒരാളാണോ, അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ ഡു യു ഈറ്റ് ഫിഷ്. നീ മത്സ്യം കഴിക്കാറുണ്ടോ? ഡു യു ഈറ്റ് ഫിഷ്? ചില ആൾക്കാർ കഴിക്കാറില്ല. അപ്പം നമുക്കങ്ങനെ കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു ഈറ്റ് ഫിഷ്? ഇല്ല, ഞാൻ കഴിക്കാറില്ല. അതെങ്ങനെ പറയും? നോ ഐ ഡോണ്ട്. ഡു യു കണ്ടില്ലേ, അതുമാതിരി ഇല്ല എന്ന് പറയാൻ വേണ്ടി ഡു നോട്ട് എന്നുള്ള വാക്ക്, ഡോണ്ട്. നോ
ഐ ഡു നോട്ട്, അതിന് ഷോർട്ടായിട്ട് നോ ഐ ഡോണ്ട്. അപ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ നമുക്ക് കോൺട്രാക്റ്റ് ചെയ്യാം, നോ ഐ ഡോണ്ട് എന്ന് പറയാം. പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ കോൺട്രാക്റ്റ് ചെയ്യാറില്ല. പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു പറയുക? യെസ് ഐ ഡു, അങ്ങനെയാണ് പറയാം. ഇപ്പോൾ കഴിക്കാറില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നോ ഐ ഡോണ്ട്. അടുത്തത്, നിൻ്റെ അനിയത്തി മീൻ കഴിക്കാറുണ്ടോ? അതെങ്ങനെ ചോദിക്കും? നേരത്തെ നീ മീൻ കഴിക്കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിച്ചു? ഡു യു ഹാവ് ഫിഷ് അല്ലേ, അല്ലെങ്കിൽ ഡു യു ഈറ്റ് ഫിഷ്. അപ്പോൾ അനിയത്തിയുടെ കാര്യമാണെങ്കിലോ, നിൻ്റെ അനിയത്തി, അതെന്താ? യുവർ സിസ്റ്റർ, ഡസ് യുവർ സിസ്റ്റർ ഈറ്റ് ഫിഷ്. നേരത്തെ ഡു വന്നതുകൊണ്ട് അവിടെ യു വന്നുണ്ട്. ഇവിടെ യുവർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതൊരാളാണല്ലേ, അതുകൊണ്ട് ഡസ് യുവർ സിസ്റ്റർ. അപ്പോൾ ചില ആൾക്കാർക്ക് ഇവിടെ സംശയം തോന്നിയത് യു വരുമ്പോൾ ഡു അല്ലേ ഉപയോഗിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഡസ് ഉപയോഗിച്ചത്? ഈ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കിടക്കുന്നുണ്ട്. യു വരുമ്പോഴാണ് ഡു ഉപയോഗിക്കേണ്ടത്. യോർ എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്നാണ് അർത്ഥം. അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങളുടെ എന്താണത്? നിങ്ങളുടെ അനിയത്തി. അപ്പോൾ അത് വേറൊരാളാണ്. നിങ്ങളുടെ അനിയത്തി എന്ന് പറയുന്നത് വേറൊരാളാണ്. സ്പെല്ലിങ് യുവിൻ്റെയും യുവറിൻ്റെയും ഒരുപോലെ ഉണ്ടെങ്കിലും വെച്ചാൽ ഒരു ആറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ട് വാക്കാണ്. യു എന്ന് വെച്ചാൽ നിങ്ങൾ, യോർ എന്ന് വെച്ചാൽ നിങ്ങളുടെ. അപ്പോൾ അവിടെ തീർന്നിട്ടില്ല. നിങ്ങളുടെ എന്താണെന്ന് കൂടെ പറഞ്ഞാലും അവിടെ തീരുള്ളൂ. യുവർ സിസ്റ്റർ. അപ്പോൾ ഈ സംശയം മാറിയെന്ന് വിചാരിക്കണം. അടുത്തത്, അവൾ കഴിക്കാറുണ്ട്, എങ്ങനെ പറയും? അപ്പോൾ ചോദ്യം കണ്ടോ, ഡസ് യുവർ സിസ്റ്റർ ഈറ്റ് ഫിഷ്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഉണ്ട്, അവൾ കഴിക്കും, അവൾ കഴിക്കുന്ന ഒരാളാണ്. അതെങ്ങനെ പറയും? യെസ് ഷി ഡസ്, യെസ് ഷി ഡസ്. അടുത്തത് നിൻ്റെ സഹോദരി എവിടെയാണ് വർക്ക് ചെയ്യണത്? അപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യണതെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലേ, അത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എവിടെയെന്ന് പറയുമ്പോൾ വേർ ഡസ് യുവർ സിസ്റ്റർ വർക്ക്. എന്താ ഡസ് വന്നത്? യുവർ സിസ്റ്റർ എന്ന് പറയുന്നത് ഒരാളാണ്, ഷീ പോലെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം വേർ ഡസ് ഷീ വർക്ക്, അതുമാതിരി വേർ ഡസ് യുവർ സിസ്റ്റർ വർക്ക്. അടുത്തത്, അവൾ വർക്ക് ചെയ്യുന്നില്ല, അതെങ്ങനെ പറയും? ഷീ ഡസൻറ്റ് വർക്ക്. ഡസ് നോട്ടിൻ്റെ ഷോർട്ടായിട്ട് ഷീ ഡസൻറ്റ് വർക്ക്. അവൾ പണ്ടൊരു ഫാർമസിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അതെങ്ങനെ പറയും? എന്നുവെച്ചാൽ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫാർമസിയിലായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൾ വർക്ക് ചെയ്യുന്നില്ല അല്ലേ, അതാണ് അതിൻ്റെ അർത്ഥം. അവിടെ നമ്മൾ യൂസ്ഡ് ടു എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കണം. ഷീ യൂസ് ടു വർക്ക് ഇൻ എ ഫാർമസി. യൂസ് ടു വർക്ക് ഇൻ എ ഫാർമസി എന്ന് പറഞ്ഞാൽ പണ്ട് ഫാർമസിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം അങ്ങനെയല്ല. അത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട്. ആ യൂസ് ടു രണ്ട് വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുകൂടെ അർത്ഥം വരുന്നുണ്ട്. അടുത്തത്, അവളിപ്പോൾ ഒരു സ്റ്റുഡൻ്റാണ്, ഒരു വിദ്യാർത്ഥിയാണ്, എങ്ങനെ പറയുന്നത്? നൗ ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ പറയുകയാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്. ആണെന്ന് പറയുമ്പോൾ ഇസ് വെച്ചിട്ട് പറയാമെന്ന് പറഞ്ഞില്ലേ. നൗ ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്. ഇപ്പോൾ എന്ന് പറയുന്ന വേർഡാണ് നൗ. അടുത്തത്, എൻ്റെ കൂടെ അത്താഴം കഴിക്കാൻ വരാൻ താല്പര്യമുണ്ടോ? അതെങ്ങനെയാണ് ചോദിക്കാം? മോഡൽ വേർബ്സിൻ്റെ ഒരു ക്വസ്റ്റനാണ്. വുഡ് യു ലൈക്ക് ടു. എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വുഡ് യു ലൈക്ക് ടു. ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ വുഡ് യു ലൈക്ക് ടു ഹാവ് ടീ. എൻ്റെ കൂടെ വീട്ടിൽ അത്താഴം കഴിക്കാൻ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ വുഡ് യു ലൈക്ക് ടു കം ഹോം ഫോർ ഡിന്നർ. ഫോർ ഡിന്നർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്താഴം കഴിക്കാൻ, ഫോർ ഡിന്നർ അവിടെ ഫോറാണ് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ കം ഹോം, കം ടു ഹോം അല്ല കേട്ടോ, കാരണം ഹോമിൻ്റെ കൂടെ ടു ഇടേണ്ട കാര്യമില്ല. വുഡ് യു ലൈക്ക് ടു കം ഹോം ഫോർ ഡിന്നർ. ഇനിയിപ്പോൾ അതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നെങ്കിലോ, ഒരു ചായക്കടയോ അങ്ങനെ എന്തെങ്കിലും ഒരു കടയിൽ പോയിട്ട് കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞിരുന്നെങ്കിലോ, വുഡ് യു ലൈക്ക് ടു കം ടു എ റെസ്റ്റോറൻറ്റ് ഫോർ ഡിന്നർ. അപ്പോൾ അവിടെ ടു വന്നു, പക്ഷെ ഇവിടെ ഹോം ആയതുകൊണ്ട് ടു വേണ്ട. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതെന്താ ഹോം ആയതുകൊണ്ട് ടു വേണ്ടാത്ത? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അതിന് ഇനിയും ഗ്രാമർ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടി വരും. അതിനേക്കാൾ നമുക്ക് എളുപ്പം ഇങ്ങനെ ഒരു കാര്യത്തിന് ടു ഉപയോഗിക്കില്ല എന്നൊക്കെ പഠിച്ചു വയ്ക്കുന്നതായിരിക്കും. അടുത്തത്, അത് എനിക്ക് താല്പര്യമുണ്ട്, ഇങ്ങനെ പറയും. ഇപ്പോൾ വുഡ് യു ലൈക്ക് ടു കം ഹോം ഫോർ ഡിന്നർ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, എനിക്ക് താല്പര്യമുണ്ടെന്ന് എങ്ങനെ പറയാം? യെസ് ഐ വുഡ് ലൈക്ക് ടു. ഇപ്പോൾ വുഡ് യു ലൈക്ക് ടു, യെസ് ഐ വുഡ് ലൈക്ക് ടു. കണ്ടോ? അടുത്തത്, അയ്യോ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല, അതെങ്ങനെ പറയും? ഐ കൻ നോട്ട് കം ടുഡേ. കനോട്ട് ഒറ്റ വാക്കാട്ടോ. ഐ കാണ്ടിൻ്റെ വേറൊരു വാക്കാണ് കനോട്ട്. ഐ കൻ നോട്ട് കം ടുഡേ. എന്താ കാരണം പറയണേ? എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതെങ്ങനെ പറയും? ഐ ഹാവ് ആൻ ഓൺലൈൻ ക്ലാസ്. എനിക്ക് എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ ഹാവ് ഉപയോഗിച്ചാണ് പറയാമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ കൊടുക്കാം. ഹാവ് ഉപയോഗിച്ച് എങ്ങനെയൊക്കെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക, എന്തൊക്കെയാണ് മിസ്റ്റേക്സ് വരിക എന്നൊക്കെയുള്ളത് ആ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അറിയില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇതെങ്ങനെയാണ് പറയുക? അപ്പം ഐ ഹാവ് ആൻ ഓൺലൈൻ ക്ലാസ്. എന്താ അവിടെ ആൻ വന്നത്? ഓ എന്നുള്ള സൗണ്ട്. ഓൺലൈന് ഓ. ഐ ഹാവ് എ ക്ലാസ് മതി, ഓൺലൈൻ പറഞ്ഞില്ലെങ്കിൽ. ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഐ ഹാവ് എ ക്ലാസ്. അതിന് കാരണം എന്താ?
ക്ലാസ് ക എന്നുള്ള സൗണ്ടല്ലേ വരുന്നത്, അപ്പോൾ എ മതി. അടുത്തത്, നീ എന്നെ ഇന്നലെ ക്ഷണിക്കണമായിരുന്നു. നീ ഇപ്പോഴാണ് ചോദിക്കണത്, ഇന്നലെ നീ പറയണമായിരുന്നു, അങ്ങനെയാണ് ആൾ പറയണത്. അതെങ്ങനെയാണ് പറയുക? അപ്പോൾ ക്ഷണിക്കുക എന്നുള്ളതിന് വാക്ക് ഇൻവൈറ്റ്. നീ ഇത് ചെയ്യണമായിരുന്നു അങ്ങനത്തെ സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ ഷുഡ് ഹാവ് ആണ് ഉപയോഗിക്കുക. യു ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് മീ യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് വെച്ചാൽ ഇന്നലെ. യു ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് മീ യെസ്റ്റർഡേ. ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമില്ലേ, അതാണത്. നീ ഇന്നലെ കഴിക്കണമായിരുന്നു എന്ന് പറയണമെങ്കിലോ യു ഷുഡ് ഹാവ് ഈറ്റൺ യെസ്റ്റർഡേ. ഇന്നലെ തിന്നണമായിരുന്നു അത്, ഇന്നിപ്പോൾ അത് നാശമായി കളഞ്ഞില്ലേ. യു ഷുഡ് ഹാവ് ഈറ്റൺ യെസ്റ്റർഡേ. അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി വിചാരിക്കണു. അടുത്തത്, നിനക്ക് തിങ്കളാഴ്ച വരാൻ പറ്റുമോ? നിനക്ക് പറ്റുമോ? അതെങ്ങനെ ചോദിക്കും? നമ്മുടെ പറ്റുമോ എന്ന് പറയുമ്പോൾ ക്യാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ക്യാൻ യു കം ഓൺ മൺഡേ? നിനക്ക് തിങ്കളാഴ്ച വരാൻ പറ്റുമോ? ക്യാൻ യു കം ഓൺ മൺഡേ? അടുത്തത്, നീ അനിലിനെയും കൂടെ വിളിക്കുമോ? എനിക്ക് ആളും കൂടെ ഉണ്ടെങ്കിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, ഒരു കമ്പനി ആവുമല്ലോ, അപ്പോൾ നീ അവനെയും കൂടെ വിളിക്കാൻ പറ്റുമോ നിനക്ക്? അങ്ങനെ പറയാൻ ക്യാൻ യു ഇൻവൈറ്റ് അനിൽ എന്ന് ചോദിക്കാം. പക്ഷെ ഇവിടെ അതിൻ്റെ മീനിങ് ഞാൻ പറയണത്, നീ അനിലിനെ വിളിക്കുന്നുണ്ടോ, ഭാവിയിൽ നീ ചെയ്യുമോ അങ്ങനെ. ഇപ്പോൾ ഞാൻ നിർബന്ധമൊന്നും പിടിക്കുന്നില്ല, നിനക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ട് രീതിയിൽ പറയാം. ആർ യു ഇൻവൈറ്റിംഗ് അനിൽ, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ വുഡ് യു ഇൻവൈറ്റ് അനിൽ, നീ അനിലിനെ ഇൻവൈറ്റ് ചെയ്യുമോ, വുഡ് യു ഇൻവൈറ്റ് അനിൽ? എന്നിട്ട് ഞാൻ പറയാണ്, അവൻ വീട്ടിലൊറ്റയ്ക്കാണ്. ഹീ ഈസ് എലോൺ അറ്റ് ഹോം. ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ എലോൺ. അപ്പോൾ അങ്ങനത്തെയുള്ള അവസ്ഥയിലാണ് അവൻ, അല്ലേ. അപ്പോൾ ഹീ ഇസ്, അപ്പോൾ ആ അവസ്ഥ പറയുമ്പോൾ, ആ അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ ഇസ് വന്നു. ഹീ ഇസ് എലോൺ അറ്റ് ഹോം. ഹീ വന്നുകൊണ്ടാണ് ഇസ് വന്നത്. ഇപ്പോൾ കുറേ പേര് വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ ദേ ആർ എലോൺ അറ്റ് ഹോം. കുറേ പേര് എങ്ങനെയാണല്ലേ ഒറ്റയ്ക്കാവുക? അതവിടെ ഇരിക്കട്ടെ. അടുത്ത ചോദ്യം ചോദിക്കാം. അവൻ്റെ അമ്മ എവിടെ പോയി, അങ്ങനെ ചോദിക്കാം. എവിടെ പോയി, എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വേർ ഇസ് ഹിസ് മദർ. അവൻ്റെ അമ്മ എവിടെയാണ്, വേർ ഇസ് ഹിസ് മദർ. അവൻ്റെ അച്ഛനമ്മ എല്ലാവരും കൂടെ ഹൈദരാബാദ് പോയി. അതെങ്ങനെ പറയും? അവൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുമ്പം ഹിസ് പേരൻസ്, അവൻ്റെ അച്ഛനമ്മമാർ, ഹിസ് പേരൻസ് എവിടെ പോയി? വെൻറ്റ് ടു ഹൈദരാബാദ്. അവിടെ പോയി കഴിഞ്ഞു അല്ലേ, വെൻറ്റ് ടു ഹൈദരാബാദ്. അപ്പോൾ അവിടെ കണ്ടോ ടു എന്ന് വന്നു. ഹോം വരുമ്പോൾ ടു വരില്ല. ഹിസ് പാരൻസ് വെൻറ്റ് ഹോം, വീട്ടിലേക്ക് പോയി എന്ന് പറയണമെങ്കിൽ. ഹൈദരാബാദിൽ പോയി എന്ന് പറയുമ്പോൾ അവിടെ ടു ചേർക്കണം കേട്ടോ. ഹിസ് പാരൻസ് വെൻറ്റ് ടു ഹൈദരാബാദ്. അടുത്തത്, എപ്പോഴാണ് അവർ പോയത്, അങ്ങനെ ചോദിക്കും. എപ്പോഴാന്ന് പറയുമ്പം വെൻ ഡിഡ് ദേ ഗോ. എപ്പോഴാണ് അവർ പോയത്, വെൻ ഡിഡ് ദേ ഗോ. അവിടെ കണ്ടോ വെൻ ഡിഡ് ദേ വെൻറ്റ്, അങ്ങനെ പറയരുത്. വെൻ ഡിഡ് ദേ ഗോ. ഡിഡ് വരുമ്പോൾ നമ്മൾ ഗോ എന്നുള്ള ഫോം, സിമ്പിൾ പ്രസൻറ്റിലെ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പാസ്റ്റ് ടെൻസിലെ ഫോം ഉപയോഗിക്കരുത് കേട്ടോ. പാസ്റ്റ് ടെൻസ് കാണിക്കാൻ അവിടെ ഡിഡ് ഉണ്ട്, വേറെ ആരും അവിടെ പാസ്റ്റ് ടെൻസ് കാണിക്കാൻ വേണ്ടി വേണ്ട. അടുത്തത്, അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി. എങ്ങനെ പറയും? ദേ പോയി, വെൻറ്റ്. എപ്പോൾ? ലാസ്റ്റ് ഫ്രൈഡേ, കഴിഞ്ഞ വെള്ളിയാഴ്ച, ലാസ്റ്റ് ഫ്രൈഡേ. ഇനി അടുത്തത്, നിൻ്റെ കയ്യിൽ നിൻ്റെ ഫോണുണ്ടോ, അങ്ങനെ ചോദിക്കും. നിൻ്റെ കയ്യിൽ നിൻ്റെ ഫോണുണ്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹാവ് എന്നുള്ള ആ വാക്കൊന്ന് അപ്പോൾ മനസ്സിൽ വരേണ്ടത്. ഡു യു ഹാവ് യുവർ ഫോൺ വിത്ത് യു. നിൻ്റെ കയ്യിൽ നിൻ്റെ ഫോണുണ്ടോ. ഡു യു ഹാവ് യുവർ ഫോൺ വിത്ത് യു. ഉണ്ട്, ഇങ്ങനെ പറയും. യെസ് ഐ ഡു. ഡു യു ഹാവ് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം യെസ് ഐ ഡു. അടുത്തത്, ഞാൻ പെട്ടെന്ന് ഒരാളെ വിളിച്ചോട്ടെ, അങ്ങനെ ചോദിക്കുക. ഞാൻ വിളിച്ചോട്ടെ, വിളിക്കാൻ പറ്റുമോ എന്നുള്ള അർത്ഥത്തിൽ ക്യാൻ ഐ മേക്ക് എ ക്വിക്ക് കോൾ. ക്വിക്ക് കോൾ എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ഒരു വിളി, പെട്ടെന്ന് ഒരാളെ വിളിച്ചിട്ട് വെച്ചോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ ഐ മേക്ക് എ ക്വിക്ക് കോൾ. ഇനി നമുക്ക് തീരെ അധികം കൊണ്ട് പരിചയമില്ലാത്തൊരു മനുഷ്യനാണ്, ഒരു പെട്ടെന്നൊരു ഫോൺ ഒന്ന് തരുമോ, അത്യാവശ്യമാണ് ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ മേ ആണ് ഉപയോഗിക്കുക കേട്ടോ. മേ ഐ മേക്ക് എ ക്വിക്ക് കോൾ. ഇതിപ്പോൾ നമ്മുടെ സുഹൃത്തായതുകൊണ്ടാണ് ക്യാൻ ഉപയോഗിച്ചത്. ഇതും നമ്മൾ ആ മോഡൽ വെർബ്സ് പഠിച്ചപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുക്കാതെ അത് കണ്ടോളൂ കേട്ടോ. ഇനിയിപ്പോൾ അതിന് ഉത്തരമായിട്ട് അതിനെന്താ അങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ഓഫ് കോഴ്സ്. ഓഫ് കോഴ്സ് എന്ന് വെച്ചാൽ തീർച്ചയായും, ഓഫ് കോഴ്സ്. ഇനി ഫോണിൽ നിഖിലാണോ അത്, അങ്ങനെ ചോദിക്കും. ആണോ, എസ് ഇറ്റ് നിഖിൽ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു സെൻറ്റൻസാണ്. ഇസ് ഇറ്റ് നിഖിൽ. ഇപ്പോൾ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് എടുക്കുന്ന ആൾ ഇന്ന ആളാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇസ് ഇറ്റ് രാധ അല്ലെങ്കിൽ ഇസ് ഇറ്റ് നിഖിൽ,
അല്ലെങ്കിൽ ഈസ് ഇറ്റ് നിഖിൽസ് മദർ, അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഈസ് ഇറ്റ് ആണ് ആദ്യം വരേണ്ടത്. അടുത്തത്, ഇന്ന് ഞാൻ ലേറ്റ് ആവും. അതെങ്ങനെ പറയും? ഇന്ന് ഞാൻ ലേറ്റ് ആവും. അപ്പോൾ ഭാവിയിലത്തെ ഒരു കാര്യം പറയാണ്. ഇങ്ങനെ പറയും, ഐ വിൽ ബി ലേറ്റ് ടുഡേ. ഐ വിൽ ബി ലേറ്റ് ടുഡേ. ഇനി ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതെങ്ങനെ പറയും? ഐ ആം ടോക്കിംഗ്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഐ ആം ടോക്കിംഗ് വിത്ത് മൈ ഫ്രണ്ട്. അപ്പോൾ ചിലവർക്ക് ഇവിടെ സംശയം തോന്നും, ഐ എം ടോക്കിംഗ് ടു മൈ ഫ്രണ്ട് ആണോ വേണ്ടത്, വിത്ത് മൈ ഫ്രണ്ട് ആണോ വേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയണത് അയാൾ കേട്ടോണ്ടിരിക്കുക മാത്രമാണെങ്കിൽ ഐ എം ടോക്കിംഗ് ടു എ പേഴ്സൺ, അല്ലെങ്കിൽ ഐ എം ടോക്കിംഗ് ടു എ ഫ്രണ്ട് എന്ന് വെച്ചാൽ അയാൾ ജസ്റ്റ് കേട്ടോണ്ടിരിക്കുകയാണ്, ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ല, നമ്മൾ പരസ്പരം എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ എം ടോക്കിംഗ് വിത്ത് എന്നാണ് ഉപയോഗിക്കുക, വിത്ത് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക കേട്ടോ. ഐ എം ടോക്കിംഗ് വിത്ത് മൈ ഫ്രണ്ട്. ഇനിയിപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടു എന്ന് ചോദിക്കുകയാണ്, ഇത് കഴിച്ചിട്ടുണ്ടോ? അതിങ്ങനെ ചോദിക്കും, ഇത് തിന്നിട്ടുണ്ടോ? ആ രീതിയിൽ സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുക? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഹാവ് യു ഈറ്റൻ ദിസ് തിങ്? ഈ സാധനം നീ തിന്നിട്ടുണ്ടോ? ഹാവ് യു ഈറ്റൻ ദിസ് തിങ്? ദിസ് തിങ് എന്ന് വെച്ചാൽ ഈ സാധനം. അപ്പോൾ സാധനം എന്തെങ്കിലും ഒരു വിചിത്രമായ സാധനമാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ വഴിയരികിൽ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയാണ്, നീ ഇത് കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഈറ്റൻ ദിസ് തിങ്? അപ്പോൾ ഉത്തരം പറയണേ, ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല. അതിങ്ങനെ പറയും, നോ ഐ ഹാവൻറ്റ്. അപ്പോൾ ചോദ്യം ഹാവ് യു ഡൺ സംതിങ്, അപ്പോൾ ഉത്തരം നോ ഐ ഹാവൻറ്റ്. യെസ് എന്നാണെങ്കിൽ യെസ് ഐ ഹാവ്. അപ്പോൾ ചോദിക്കുകയാണ്, അതെന്താ അത്? അങ്ങനെ ചോദിക്കും, എന്താണ് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ഈ സാധനം എന്താണ്? വാട്ട് ഈസ് ദിസ്? അപ്പോൾ ഉത്തരം പറയാണ്, ഇതൊരു പഴമാണ്. ഒരു പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴപ്പഴമല്ല, ഒരു ഫ്രൂട്ടാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്രൂട്ടാണെന്ന് എങ്ങനെ പറയും? ഇറ്റ് ഈസ് എ ഫ്രൂട്ട്. ഇതൊരു പഴമാണ്, ഇറ്റ്സ് എ ഫ്രൂട്ട്. അപ്പോൾ എന്നിട്ട് പറയാണ്, നല്ല രുചിയുള്ള ഫ്രൂട്ടാണ്. അങ്ങനെ പറയും, ഇറ്റ് ഈസ് ഡെലിഷ്യസ്. ഇറ്റ് ഈസ് ഡെലിഷ്യസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇറ്റ്സ് ടേസ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം, ഡെലിഷ്യസ് എന്ന് പറയാം. ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാണ്, ഓ എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറയും, ഐ ഡിഡ്ൻറ്റ് ലൈക്ക് ഇറ്റ്. ഐ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല അല്ലേ? പാസ്റ്റ് ടെൻസിലാണ്, കഴിച്ച് കഴിഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല. ഐ ഡിഡ്ൻറ്റ് ലൈക്ക് ഇറ്റ് അല്ലെങ്കിൽ ഐ ഡിഡ്ൻറ്റ് ലൈക്ക് ഇറ്റ്. നിനക്ക് എന്താ അത് ഇഷ്ടപ്പെടാതിരുന്നത്? അങ്ങനെ ചോദിക്കും. എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ വൈ ഡിഡ്ൻറ്റ് യു ലൈക്ക് ഇറ്റ്? എന്താണ് നിനക്കത് ഇഷ്ടപ്പെടാതിരുന്നത്? പാസ്റ്റ് ടെൻസിലെ കാര്യങ്ങളാണല്ലേ. ഇഷ്ടപ്പെട്ടില്ല, എന്താണ് നിനക്ക് ഇഷ്ടപ്പെടാതിരുന്നത്? വൈ ഡിഡ്ൻറ്റ് യു ലൈക്ക് ഇറ്റ്? അപ്പോൾ പറയാണ്, ഇത് കഴിക്കുമ്പോൾ ഒരു ചൂയിങ്ങത്തിൻ്റെ ടേസ്റ്റ്. അങ്ങനെ പറയും, ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഗം. ഇറ്റ് ടേസ്റ്റ്സ്, എസ് വേണം കേട്ടോ, ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഗം. അപ്പോൾ ചൂയിങ്കം പോലെയുണ്ട് കഴിക്കുമ്പോൾ എന്ന്. ചൂയിങ്ങത്തിൻ്റെ ടേസ്റ്റ് വരികയാണ്, എനിക്ക് ഇഷ്ടാവുന്നില്ല എന്ന്. അപ്പോൾ കഴിച്ച് നോക്കി ഞാനും പറയാണ്, അത് ശരിയാണല്ലോ. അങ്ങനെ പറയും, യെസ് ഇറ്റ് ഡസ്. ഇറ്റ് ഡസ് എന്ന് വെച്ചാൽ ശരി, അത് അങ്ങനെയാണ് എന്നാണ് പറയണത്. യെസ് ഇറ്റ് ഡസ്. അങ്ങനെ ചോദിക്കുകയാണ്, വെള്ളം വേണോ നിനക്ക്? ഇങ്ങനെ ചോദിക്കും, ഡു യു വോണ്ട് സം വാട്ടർ? ഡു യു വോണ്ട് സം വാട്ടർ? കുറച്ച് വെള്ളം വേണോ? ഡു യു വോണ്ട് സം വാട്ടർ? അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വേണോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു വോണ്ട് കഴിഞ്ഞിട്ട് ആ സാധനം. അപ്പോൾ ഒരു കുപ്പി ഇരിക്കണം കണ്ടിട്ട് ഞാൻ ചോദിക്കാം, ഇത് നിൻ്റെ ആണോ? അങ്ങനെ ചോദിക്കും, ഇത് നിൻ്റെ ആണോ? ഇതും പഠിച്ച് വെക്കേണ്ട സെൻറ്റൻസ് ആണ്. ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക്. ഈസ് ദിസ് യോസ്? യോസ് എന്ന് വെച്ചാൽ നിൻ്റെ. അത് നിൻ്റെ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈസ് ദിസ് യോസ്? അതേന്ന് എങ്ങനെ പറയും? യെസ് ഇറ്റ് ഇസ്. അതെ, യെസ് ഇറ്റ് ഇസ്. അപ്പോൾ ഈസ് ദിസ് യോസ്? ആണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറയാൻ വേണ്ടി യെസ് ഇറ്റ് ഇസ്. ഞാൻ പറയാണ്, അയ്യോ എനിക്കിപ്പോൾ ഇറങ്ങണം. എങ്ങനെ പറയും? ഇറങ്ങുകയെന്ന് വെച്ചാൽ പുറപ്പെടണം എന്ന് പറയുമ്പോൾ ലീവ്. എനിക്ക് പുറപ്പെടണം, അപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് പറയാൻ ഐ ഹാവ് ടു അല്ലേ? അപ്പോൾ ഐ ഹാവ് ടു ലീവ് നൗ. എനിക്കിപ്പോൾ ഇറങ്ങണം, ഐ ഹാവ് ടു ലീവ് നൗ. ഞാൻ നിന്നെ നാളെ വിളിക്കാം. ഭാവിയിലത്തെ കാര്യമാണല്ലേ. ഞാൻ നിന്നെ നാളെ വിളിക്കാം. അതെങ്ങനെ പറയും? ഐ വിൽ കോൾ യു ടുമോറോ. ഞാൻ നിന്നെ നാളെ വിളിക്കാം. ഐ വിൽ കോൾ യു ടുമോറോ. ടുമോറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ. ഞാൻ പറയാണ്, ചാവി മറക്കരുതേ. എങ്ങനെ പറയും? ഡോണ്ട് ഫൊർഗെറ്റ് യുവർ കീസ്. ഡോണ്ട് ഫൊർഗെറ്റ് യുവർ കീസ്. അപ്പോഴാണ് ചാവി എവിടെയോ വെച്ചിട്ടുണ്ട്, അത് എടുക്കാനുള്ള കാര്യം, അയ്യോ ഞാൻ മറന്നു പോയേനെ. ഐ വുഡ് ഹാവ് ഫൊർഗോട്ടൺ. ഞാൻ മറന്നു പോയേനെ. ഐ വുഡ് ഹാവ് ഫൊർഗോട്ടൺ. അപ്പോൾ താങ്ക് യു പറഞ്ഞിട്ട് ആൾ പോവാണ്. ബിഗിനേഴ്സ് ചലഞ്ചിൻ്റെ കോമൻറ്റ് സെക്ഷനിലെ ആൾക്കാർ ചോദിക്കണ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒരുമാതിരിപ്പെട്ട കുറേ പേർക്ക് ഈ സംശയം വരുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇതെല്ലാവരും ഒന്ന് കേട്ടോളൂ, എല്ലാവർക്കും ഉപകാരമാവും ഇത്.
ഒരാൾ ചോദിച്ചത് ഈസ് വരുമ്പോൾ ദേർ അല്ലല്ലോ, ദേർ പ്ലൂറലല്ലേ വരിക എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഷീ ഈസ് ദേർ ഡോട്ടർ. അതെങ്ങനെയാണ് വരണത്? ദേർ എന്ന് പറയുന്നത് പ്ലൂറലല്ലേന്ന്. അത് നിങ്ങൾക്ക് ചെറുതായിട്ട് തെറ്റുന്നതാണ്. ഞാൻ ദേ ആണ് പ്ലൂറൽ എന്ന് പറഞ്ഞത്, ദേർ പ്ലൂറലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതേപോലെ തന്നെയാണ് ആൾക്കാർ യുവും യോറും പറയണത്. യുവർ പ്ലൂറലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ദേ എന്ന് പറയുമ്പോൾ അവർ, അവർ എന്ന് പറയുമ്പോൾ തന്നെ അത് പ്ലൂറലാണ്. ദേർ എന്ന് പറയുമ്പോൾ അവരുടെ, അത് പ്ലൂറലാണോ? അത് പ്ലൂറലാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അവരുടെ കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത് നോക്കണം. അവരുടെ കാറാണെങ്കിൽ സിംഗുലറാണ്, അവരുടെ കാറുകളാണെങ്കിൽ പ്ലൂറലാണ്. അപ്പോൾ ദേർ എന്നുള്ള ഒറ്റ വാക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഷീ ഇസ് ദേർ ഡോട്ടറിൽ ദേർ ഡോട്ടർ എന്ന് വെച്ചാൽ അവരുടെ മകൾ എന്നാണ് അർത്ഥം. അപ്പോൾ അവരുടെ മകൾ എത്ര ആളാണ്? ഒരാളല്ലേ ഉള്ളൂ. അവരുടെ മക്കളായിരുന്നെങ്കിൽ പ്ലൂറലായേനെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈസ് വന്നത് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ദേർ ഡോട്ടർ ഒരാളാണ്. അതുമാതിരി തന്നെയാണ് വെൻ ഈസ് യോർ ബർത്ത്ഡേ, അതാണ് സെൻറ്റൻസ് ഉണ്ടായിരുന്നത്. യോർ ബർത്ത്ഡേ എത്ര ദിവസമുണ്ട്? ഒരു ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ യോർ ബർത്ത്ഡേസ് അല്ലല്ലോ, യുവർ ബർത്ത്ഡേ അത് ഒരു ദിവസം, അതുകൊണ്ട് എസ് ആണ് വന്നത്. ഇനി അടുത്ത ചോദ്യം വന്നത് അത് എന്ന് ഇംഗ്ലീഷിൽ ദാറ്റ് അല്ലേ ഇറ്റ് എന്നതും ഉപയോഗിക്കണമെന്ന്. അത് ഇത് എന്നുള്ളത് നമുക്കതിൻ്റെ ഡിസ്റ്റൻസ് പറയണമെങ്കിൽ എൻ്റെ അടുത്തുള്ളൊരു സാധനമാണെങ്കിൽ ഞാൻ ഇത് എന്ന് പറയും അല്ലേ, അപ്പോൾ അതിനെ ദിസ് എന്ന് പറയും. അകലെയുള്ളൊരു സാധനമാണെങ്കിൽ അതിനെ നാം ദാറ്റ് എന്ന് പറയും. മലയാളത്തിൽ അത് എന്ന് പറയുമ്പം ദാറ്റും ഇത് എന്ന് പറയുമ്പോൾ ദിസ്സുമാണ്. എങ്കിലും ഇനിയിപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് പറയണ്ട, അതൊരു വസ്തുവാണെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലുള്ളത്. അല്ലെങ്കിൽ ഒരു പട്ടിയോ അങ്ങനെ അത് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാധനമാണെങ്കിൽ നമ്മളതിനെ ഇറ്റെന്ന് ഉപയോഗിക്കാം. ഒന്നില്ലെങ്കിൽ അടുത്താണ് അകലെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദിസ്സും ദാറ്റും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇനി അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് വലിയ കാര്യമല്ല, അതിനെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ സാധനം അടുത്തിരിക്കുന്നതാണോ ദൂരെ ഇരിക്കുന്നതാണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇറ്റ് ഉപയോഗിക്കാം. ഇത് രണ്ടിനും പകരം കേട്ടോ. ഇതിൻ്റെ നിറം എന്ന് പറയാൻ വേണ്ടി ദിസ് ഇസ് കളർ എന്ന് പറയില്ല നമ്മൾ, അപ്പോൾ എപ്പോഴും ഇറ്റ് ഉപയോഗിക്കണം. ഇതിൻ്റെ എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് കളർ എന്ന് പറയില്ല, ഇറ്റ്സ് കളർ എന്ന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് ഇറ്റാണ് എപ്പോഴും സേഫായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചില സമയത്ത് അടുത്തുള്ള സാധനമാണ് അല്ലെങ്കിൽ ദൂരെയുള്ള സാധനമാണെന്ന് പറയാൻ വേണ്ടി ദിസും ദാറ്റ് ഉപയോഗിക്കാം. ഞാൻ ഇറ്റ് ഉപയോഗിച്ചേ ഉള്ളൂ. ഇറ്റ് ഉപയോഗിച്ചാലും യാതൊരു തെറ്റുമില്ല. ഇറ്റിന് മാത്രമായിട്ട് മലയാളത്തിലൊരു വാക്കില്ല. അപ്പോൾ മലയാളത്തിൽ ഇത് അത് എന്നുള്ളത് രണ്ടും ഇറ്റിന് ഉപയോഗിക്കാം. ഇനി അടുത്തൊരു ചോദ്യം തന്നെ, മൈ മദർ വാസ് എ ടീച്ചർ, അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ മൈ മദർ യൂസ് ടു ബി എ ടീച്ചർ പറഞ്ഞില്ലേ. ഇതും കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ മൈ മദർ യൂസ് ടു ബി എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും അമ്മ ഇപ്പം പഠിപ്പിക്കണില്ല, പണ്ട് പഠിപ്പിച്ചിരുന്നു ഇപ്പം പഠിപ്പിക്കണില്ല എന്നുള്ള അർത്ഥം അവിടെ എന്തായാലും വരും. മൈ മദർ വാസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അമ്മ ടീച്ചർ ആയിരുന്നു, അപ്പോൾ ടീച്ചർ അല്ല ഇപ്പോൾ എന്ന് പറയുന്ന അർത്ഥം വരും. പക്ഷേ ഇത് എപ്പോഴാണെന്നറിയാം പ്രശ്നം വരിക. ഷീ യൂസ് ടു ബി ഹാപ്പി, ഷീ വാസ് ഹാപ്പി. ഈ രണ്ട് സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലായോ? ഷീ യൂസ് ടു ബി ഹാപ്പി എന്ന് വെച്ചാൽ അവൾ പണ്ടൊക്കെ നല്ല സന്തോഷമുള്ള ഒരാളായിരുന്നു. അതിൻ്റെ അർത്ഥം ഇപ്പം എന്തോ അവൾക്ക് ഭയങ്കര വിഷമാണ്, എപ്പോഴും അങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്ന കാണാം എന്നുള്ള അർത്ഥം വരും അല്ലേ. ഷീ യൂസ് ടു ബി ഹാപ്പി. ഷീ വാസ് ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൾ ഹാപ്പി ആയിരുന്നു, ഇപ്പോൾ അവൾ ഹാപ്പി അല്ല എന്നൊന്നും അർത്ഥമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ അവൾ എക്സാം പാസ്സായപ്പം അവൾ ഹാപ്പി ആയിരുന്നു. ഷീ വാസ് ഹാപ്പി വെൻ ഷീ പാസ്ഡ് ദ എക്സാം. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിൽ ഒരു പ്രത്യേക സമയത്ത് അവൾ ഹാപ്പി ആയിരുന്നു പാസ്റ്റിൽ എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ വാസ് ഉപയോഗിച്ചോളൂ. പക്ഷേ എന്തെങ്കിലും ഒരു സംഭവം ആയിരുന്നു ഇപ്പം അങ്ങനെയല്ല എന്നുള്ള പറയാൻ വേണ്ടിയിട്ട് യൂസ്ഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എസ് ചേർക്കേണ്ട സംഭവങ്ങളാണ്. എപ്പോഴാണ് എസ് വേർബിൻ്റെ കൂടെ എസ് സെൻറ്റൻസ് ചേർക്കേണ്ടതെന്ന്? ഐ ഈറ്റ്, ഷീ ഈറ്റ്സ് ഇല്ലേ, അങ്ങനത്തെ സെൻറ്റൻസുകൾ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ എസിൻ്റെ ഒരു പരിപാടി ഇടരുത് കേട്ടോ. വെൻ ഡസ് ഷീ ഈറ്റ്, വെൻ ഡസ് ഷീ ഈറ്റ്സോ ഒന്നും വേണ്ട. അതുമാതിരി ഷീ ഡസ് നോട്ട് ഈറ്റ് ലഞ്ച്, അവൾ ലഞ്ച് കഴിക്കാറില്ല. ഷീ ഡസ് നോട്ട് ഈറ്റ്സ് ലഞ്ച് എന്ന് പറയരുത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നില്ല അല്ലെങ്കിൽ നെഗേഷൻ വരുമ്പോൾ, ഡസ് നോട്ട് സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും അപ്പുറത്ത് വേർബിൻ്റെ കൂടെ എസ് ഇടരുത് കേട്ടോ. ആകെ എസ് ഇടേണ്ട കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതെപ്പോഴാണ് നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറയുന്ന സെൻറ്റൻസുകളില്ലേ. ഷീ ഈറ്റ്സ് ലഞ്ച്, അവൾ ലഞ്ച് കഴിക്കാറുണ്ട്. ഹീ റീഡ്സ് ബുക്സ്, അവൻ ബുക്കുകൾ വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സെൻറ്റൻസിൽ മാത്രമേ നമ്മൾ എസ് ചേർക്കുള്ളൂ. വായിക്കാറില്ല എന്ന് പറയുമ്പോൾ എസ് ചേർക്കില്ല, വായിക്കാറുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുമ്പോഴും എസ് ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷൻ വരരുത് കേട്ടോ, അത് തെറ്റിക്കരുത്. അതൊരു ബേസിക്കായിട്ട് നമ്മൾ ഈ ബിഗിനേഴ്സ് ചലഞ്ചിൽ എന്ത് പഠിച്ചില്ലെങ്കിലും ഇത് നിങ്ങൾ പഠിക്കാണ്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ചലഞ്ചിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ആണ് ഈ എൻഡ് റിവ്യൂ ലെസൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സെൻറ്റൻസുകളിൽ കുറേയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.